വിശ്വാസപരമായ കാര്യങ്ങളിൽ കടുത്ത നിയന്ത്രണങ്ങൾ ഉള്ളപ്പോഴും ഒന്നിലധികം ദൈവവിളികളുള്ള കുടുംബങ്ങളുടെ എണ്ണത്തിൽ ശ്രദ്ധേയമാവുകയാണ് കമ്മ്യൂണിസ്റ്റ് രാജ്യമായ ചൈന. 2010 ജനുവരി വരെ നടത്തിയ സർവേ പ്രകാരം രാജ്യത്ത് 320-ലധികം മൾട്ടി വൊക്കേഷണൽ കുടുംബങ്ങൾ ഉണ്ടായിരുന്നതായി വെളിപ്പെടുത്തുന്നു. ഇതിൽ ചാങ്സി രൂപതയിലാണ് ഏറ്റവും അധികം ദൈവവിളികൾ ഉണ്ടായിരിക്കുന്നത്. 2 വൈദികരും 3 കന്യാസ്ത്രീകളുമുള്ള കുടുംബം, 4 വൈദികരുള്ള കുടുംബം, 3 ആൺമക്കളും വൈദികരായ കുടുംബം, ഇങ്ങനെ രൂപതയിലെ ദൈവവിളികൾ നിറഞ്ഞ കുടുംബങ്ങൾ നിരവധിയാണ്. ഇടവക വൈദികരുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ 150-ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് ബെനഡിക്ട് 16-ാമൻ പാപ്പ പ്രഖ്യാപിച്ച വൈദികരുടെ വർഷത്തോടനുബന്ധിച്ചാണ് സർവേ നടത്തിയത്. ഒരു കുടുംബം ഒരു കുഞ്ഞ് എന്ന നയം, മതേതരവൽക്കരണം, അടിസ്ഥാന സാമുദായിക ജീവിതത്തിൻ്റെ ക്രമക്കേടുകൾ എന്നിവ മൂലം തൊഴിലുകളിലും പ്രൊഫഷണൽ പരിശീലനത്തിലും പ്രതിസന്ധികൾ ഉണ്ടായിട്ടും പല കത്തോലിക്ക കുടുംബങ്ങളും തങ്ങളുടെ മക്കളെ ഉദാരമായി സഭയ്ക്ക് നൽകി എന്നത് ശ്രദ്ധേയമാണ്. ഏക മകനെ പോലും വൈദിക ജീവിതത്തിലേക്ക് നയിച്ച കുടുംബങ്ങളും നിരവധിയാണ്. കർത്താവിനോടുള്ള ആഴമായ വിശ്വാസവും സ്നേഹവും സഭയോടുള്ള ശക്തമായ അടുപ്പവുമാണ് ഇത് സൂചിപ്പിക്കുന്നതെന്ന് ചാങ്സി ബിഷപ്പ് പീറ്റർ ഡിങ് ലിങ്ബിൻ പറഞ്ഞു. സഹോദര വൈദികരായ ഫാദർ ഗാവോ ഹുക്കിംഗ്, ഫാദർ അന്റോണിയോ ഗാവോ, ഫാദർ ഫ്രാൻസിസ് ഗാവോ എന്നിവരുടെ പിതാവിൻ്റെ മൃതസംസ്കാര ശുശ്രൂഷകളിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 3 വൈദികരും സേവനം ചെയ്യുന്ന രൂപതകളിലെ ബിഷപ്പുമാരുടെ കാർമ്മികത്വത്തിലായിരുന്നു മൃതസംസ്കാര ശുശ്രൂഷകൾ. വിശ്വാസത്തോടെ ജീവിക്കുക മാത്രമല്ല, 3 മക്കളെയും ദൈവത്തിന് സമർപ്പിക്കുക കൂടി ചെയ്ത ഈ പിതാവിനെ ഏവരും മാതൃകയാക്കണമെന്ന് ബിഷപ്പ് സന്ദേശത്തിൽ പറഞ്ഞു. അതേസമയം ഒരു കുടുംബം ഒരു കുഞ്ഞു നയം രാജ്യത്തിൻ്റെ പുരോഗതിയെ പിന്നോട്ട് നയിച്ചതായുള്ള റിപ്പോർട്ടുകളെ തുടർന്ന് കൂടുതൽ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകണമെന്ന ചൈനീസ് സർക്കാരിൻ്റെ പുതിയ നയം വരും നാളുകളിൽ ദൈവവിളികൾ വർദ്ധിക്കാൻ കാരണമാകുമെന്ന് വിലയിരുത്തപ്പെടുന്നു.